ലെറ്റർ പാഡിൽ കുടുങ്ങി ശിവൻകുട്ടി. നേമം നിയോജക മണ്ഡലത്തിലെ ലെറ്റർ പാഡിൽ കുടുങ്ങി ശിവൻകുട്ടി. നേമം നിയോജക മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വി ശിവൻകുട്ടിയാണ് ലെറ്റർ പാഡിൽ കുടുങ്ങി കിടക്കുന്നത്. വിനിത, BJP ഉയർത്തിയിരിക്കുന്ന പരാതി ഈ സർക്കാരിന്റെ ചിഹ്നമുള്ള ഈ ഔദ്യോഗിക ലെറ്റർപാഡ്, ആ ഔദ്യോഗിക ലെറ്റർപാഡിലാണ് ഇത്തരത്തിൽ അഭ്യർത്ഥന എഴുതിക്കൊണ്ട് നിയമത്തെ വീടുകളിലെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് BJP ഉയർത്തുന്ന ഒരു പരാതി എന്ന് പറയുന്നത്. നേമം നിയോജക മണ്ഡലത്തിലെ ലീഗൽ ഇൻചാർജ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് പ്രകാശ് RC ആണ് ഇത്തരത്തിൽ പരാതി മണ്ഡലം വരണാധികാരിക്ക് നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സംസ്ഥാന സർക്കാരിന്റെ ചിഹ്നം പതിപ്പിച്ച ലെറ്റർപാഡ് ഉപയോഗിച്ചുകൊണ്ട് ഔദ്യോഗിക അല്ലെങ്കിൽ ഇത്തരത്തിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഗുരുതരമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം. തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് വോട്ടർമാരിൽ അനധികൃതമായി സ്വാധീനം ചെലുത്തുകയാണ് ശിവൻകുട്ടി ചെയ്തത്. അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടി ഇതിനകത്ത് സ്വീകരിക്കണം. ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെയും ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും നഗ്നമായ ലംഘനമാണ്. ഇത് ശിക്ഷാർഹമാണ് എന്നുള്ളത് കൂടിയാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് ഇലക്ഷനായി, അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പെരുമാറ്റച്ചട്ട ലംഘനമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം ഔദ്യോഗികമായിട്ട് ഒരു പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി, അതും ലെറ്റർ പാഡിലെ പാർട്ടി ചിഹ്നം ഉപയോഗിച്ച് തങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യണം, തങ്ങൾ ഇത്ര വികസനങ്ങൾ കാഴ്ചവെക്കുമെന്ന് പറഞ്ഞ് ഓരോ വോട്ടറിനോടും അഭ്യർത്ഥിക്കുന്നത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ്. ഇതിനെതിരെ നേമം മണ്ഡലത്തിലെ BJP ലീഗൽ ഇൻചാർജ് അഡ്വക്കേറ്റ് പ്രകാശ് പരാതി കൊടുത്തിട്ടുണ്ട് വരണാധികാരിക്ക് മുന്നിൽ. കാരണം എന്താണെന്നോ, ഒരു നിയുക്ത സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ MLA യോ മന്ത്രിയോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവർ ഔദ്യോഗിക പാർട്ടിയുടെ ചിഹ്നം വെച്ചിട്ടുള്ള ലെറ്റർ പാഡിൽ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്ന ചട്ടലംഘനമാണ്. ഇത് ഇനി ഈ ശിവൻകുട്ടി ജയിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വോട്ട് അസാധുവാക്കാനുള്ള കാരണം തന്നെ ഇതിലുണ്ട്. കാരണം ഇലക്ഷൻ പെരുമാറ്റച്ചട്ട ലംഘനമാണ് വി ശിവൻകുട്ടി ചെയ്തിരിക്കുന്നത്. ഈ മാസം 6-നാണ് മണ്ഡലത്തിലെ ഓരോ വോട്ടർമാർക്കും വോട്ട് അഭ്യർത്ഥിച്ച്, അതും തന്റെ സ്വന്തം ലെറ്റർ പാഡിലെ പാർട്ടി ചിഹ്നം വെച്ച് വോട്ട് അഭ്യർത്ഥിച്ച് മാതൃകയായിരിക്കാൻ നമ്മുടെ നിയുക്ത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി. എന്തൊക്കെയാണ് ഇത്രയുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇലക്ഷൻ പെരുമാറ്റച്ചട്ട ലംഘനം CPM സ്ഥാനാർത്ഥികൾക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്? ആരും പ്രതികരിക്കില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ് ഇവർ ഇത്തരം ഒരു പെരുമാറ്റച്ചട്ട ലംഘനം നടത്തുന്നത്. മന്ത്രിയായാലും MLA ആയാലും സ്ഥാനാർത്ഥി ആയാലും തന്റെ അധികാരം ഉപയോഗിച്ച് ഒരു വോട്ടറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നാണ് വ്യക്തം ചട്ടം പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ചട്ട ലംഘനം തന്നെയല്ലേ? കാരണം ഒരു സ്ഥാനാർത്ഥിക്ക് ഒരാളോട് വോട്ട് അഭ്യർത്ഥിക്കാം, പക്ഷെ അതുപോലെയല്ല ലെറ്റർ പാഡിൽ അച്ചടിച്ച് തങ്ങൾക്ക് വോട്ട് അഭ്യർത്ഥിക്കണം, തങ്ങൾ ഇത്ര വികസനം ചെയ്യുന്നു പറയുന്നത് അത് ഒരിക്കലും ഒരു വോട്ട് അഭ്യർത്ഥനയല്ല, അത് പകരം ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കലാണ്. ഇതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇനി വി ശിവൻകുട്ടി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു വിജയം തന്നെ അസാധുവാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നേമം എന്നൊരു മണ്ഡലത്തില് അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. നമുക്കറിയാം അവിടുത്തെ NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരാണ്. ഇപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പലപ്പോഴായിട്ട് വെല്ലുവിളിച്ച് നടക്കുകയാണ് വി ശിവൻകുട്ടി. ഇവിടെ വാ, അവിടെ വാ, പരസ്യമായിട്ട് നമുക്കൊരു സംഭാഷണം നടത്താം, ആർഗ്യുമെന്റ് നടത്താം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് തീവ്രമായ അല്ലെങ്കിൽ തീ മാറുന്ന മത്സരം കാഴ്ചവെക്കുന്ന നിയമത്ത് വെച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ട ലംഘനം നടക്കുന്നത്. നമ്മുടെ കേരളക്കാരെ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഇവർ മറ്റേത് പാർട്ടി ആണെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ BJP പാർട്ടിയാണ് ഇങ്ങനെ അവരുടെ സ്ഥാനാർത്ഥിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായെങ്കിൽ ഇവിടെ എന്തൊക്കെ കോളുകൾ സൃഷ്ടിക്കും? ഊതി പെരുപ്പിച്ച് ഈ നാടാകെ കുട്ടിച്ചോറാക്കുന്ന രീതിയിലായിരിക്കും സമരം ചെയ്യുന്നത്. അവരുടെ പാർട്ടി ഓഫീസിൽ പോയി സമരം ചെയ്യും, അവർ പോകുന്ന വഴി റൂട്ട് മാപ്പ് ഇട്ട് അവരുടെ പോകുന്ന വഴികൾ ഫുള്ള് സമരം ചെയ്തിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു എതിർഭാഗത്തൊരു സമരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കാരണം സാധിക്കുകയില്ല. കാരണം എന്ന് പറയുന്നത് എതിർ സ്ഥാനത്ത് നിൽക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു ഇവിടുത്തെ ഇപ്പോൾ ഭരിക്കുന്ന CPM തന്നെയാണ്. അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അവരുടെ ഒരു അധികാരവും പവറും കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയെല്ലാം ചെയ്ത് കാണിക്കുന്നത്.